നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ജോർജ് വർഗീസ് സംവിധാനം ചെയ്ത, സന്തോഷ് കുമാർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ ICU എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. ഈ സിനിമയിൽ ബിബിൻ ജോർജാണ് നായകൻ. ബാബുരാജ് വില്ലനായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. മുരളി ഗോപിയുണ്ട്. മുരളി ഗോപിയും ഒരു സെമി വില്ലനായിട്ടാണ് വരുന്നത്. അവിടെ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് ഇന്ദു എന്ന കഥാപാത്രം. അവിടെ തന്നെയാണ് ഈ ആക്സിഡൻറ്റ് പറ്റി ഇയാളെ കൊണ്ടുവരുന്നത്. ഈ ബാബുരാജിൻ്റെ കഥാപാത്രത്തെ അവിടെയാണ് കൊണ്ടുവരുന്നത്. അവിടെ വെച്ചാണ് അവൾക്ക് തൻ്റെ അച്ഛനെ കൊന്ന് അമ്മയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കൊല്ലണമെന്ന് കൊല്ലുന്നത് തൻ്റെയും ഉണ്ണിയുടെയും ജീവിതത്തിന് ഇവരൊക്കെ ഒരു വിലങ്ങുതടിയായിട്ട് മാറും എന്നുള്ള ആ കാര്യത്തിലാണ് അയാൾക്ക് വേണ്ടത്ര മരുന്ന് കൊടുക്കാതെ അയാളെ വകവരുത്തുന്നത്. ക്ലീറ്റസിനെ ഈ കൂടെ വന്ന ഈ ബാബുരാജിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സലാമും കൂട്ടുകാരുമാണ് ക്ലീറ്റസിനെ വകവരുത്തുന്നത്. അതേ രീതിയിൽ തന്നെ ബാബുരാജിൻ്റെ ചേട്ടൻ കഥാപാത്രത്തെ അനിയൻ എങ്ങനെയാണോ വകവരുത്താൻ ഉദ്ദേശിച്ചത് കൂടം കൊണ്ട് അടിക്കുന്നത്, അതിന് അവളെന്തോ അവളുടെ തലയിലെ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇയാളെ തലയ്ക്ക് കുത്തുന്നുണ്ട്. ഇവർ തമ്മിൽ ബിബിൻ ജോർജിൻ്റെ കഥാപാത്രവും ഇയാളുടെ കഥാപാത്രവും തമ്മിലൊരു അടിപിടി ഉണ്ടാകുന്ന സമയത്ത് അയാൾ ജീപ്പിലേക്ക് ചെന്ന് തലയിടിക്കുന്ന സമയത്ത് ആ തലയുടെ ബാക്കിലൂടെ ഇവൾ കൃത്യമായിട്ട് ഈ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് അയാളെ കുത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും യുക്തിക്ക് നിരക്കുന്ന ഒന്നല്ല. കാരണം ഇത് പരിശോധിച്ച ഡോക്ടർമാർ പറയുന്നത് എന്തോ ഖനമുള്ള ആയുധം ഉപയോഗിച്ച് ഇയാളുടെ തലയ്ക്ക് അടിക്കുകയാണ് ചെയ്തത് എന്ന്. പക്ഷേ ഈ കുത്തിയ കാര്യം എന്താണ് ഡോക്ടർക്ക് മനസ്സിലാകാതെ പോകുന്നത്? അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതിനകത്ത് അത് തിരക്കഥയിലുള്ള പ്രശ്നമാണ്. ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിസ്മയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബിബിൻ ജോർജിൻ്റെ കഥാപാത്രത്തെ അങ്ങനെ താത്തിക്കളയേണ്ട കാര്യം ഉണ്ടായില്ല. അയാൾ കഴിവില്ലാത്ത ആളാണെന്നുള്ളത് വരുത്തേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. അയാൾക്കൊരു നല്ല ഫൈറ്റ് രംഗമൊക്കെ പക്ഷേ ആ ഫൈറ്റ് രംഗം കൊടുത്താലും ചിലപ്പോൾ അത് സാധ്യമാവണമെന്നില്ല. അത് ആളുകൾക്ക് ബോധ്യപ്പെടണം എന്ന് ഇല്ല. ബിബിൻ ജോർജിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എമ്പുരാൻ എന്ന സിനിമ വന്ന സമയത്ത് നമ്മുടെ ആളുകളൊക്കെ പറഞ്ഞു അതൊരു സിനിമയായിട്ട് കണ്ടാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനകത്തൊന്നും ഒരു വർഗീയതയും ഒന്നും ഇല്ല. അതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞ് ഒരു വെക്കൽത്തുറു അവിടെ ദൂരെ നിന്ന് കത്തുന്നു. അതിനുശേഷം കുറേ ആളുകളെ കൊല്ലുന്നു. ഇതിനകത്തൊക്കെ എന്താണുള്ളത്? ഒന്നുമില്ലാത്തൊരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ആരൊക്കെ ചേർന്ന് അതിനെ അങ്ങനെയൊക്കെ ആക്കി മാറ്റി അതിന് വിപണന തന്ത്രമുണ്ടല്ലോ ഇതിനകത്ത്. വിവാദം ഉണ്ടാക്കി വിപണനം ചെയ്യുക എന്നുള്ളത്. അതുപോലെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയെ പറ്റിയും ഇവിടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ കണ്ടിട്ടില്ല. കാണാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയവും ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയവും ഒന്നും ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ സിനിമയുടെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ശരിയാണോ? മോഹൻലാലിന് പണത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ചില കോണിൽ നിന്ന് ആളുകൾ ചോദിക്കുന്നത്. അതിനെയൊക്കെ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കണമെങ്കിൽ അംഗീകരിക്കാതിരിക്കാം. അങ്ങനെ വേണം ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞില്ലേ, നമുക്ക് ആ സിനിമ കാണണ്ട എന്ന് പറയാനുള്ള അധികാരമൊന്നും ആർക്കുമില്ല. ആ സിനിമ കാണാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ല എന്നൊന്നും പറയരുത്. കാരണം കിത്താബ് എന്ന് പറയുന്ന കുട്ടികളുടെ നാടകം നിരോധിച്ച, നാടകം കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിച്ച ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ ഞങ്ങളെല്ലാം പരിശുദ്ധരാണ് എന്നൊന്നും പറയുമൊന്നും വേണ്ട. ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്, കാര്യങ്ങൾ മുഴുവൻ. അപ്പോൾ ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് ആദ്യമധ്യാന്തം നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ജോർജ് വർഗീസിൻ്റെ ഒറ്റൊരാളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇങ്ങനെ ആയത്. അതിനകത്ത് തിരക്കഥാകൃത്തിൻ്റെ തിരക്കഥാകൃത്ത് പിന്നീട് ആ ലൈനിലേക്ക് വന്ന് വീണു എന്നുള്ളത് ശരി തന്നെ. വിസ്മയ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാബുരാജും ഈ പറയുന്ന ക്ലീറ്റസായിട്ട് വന്ന നടൻ
ഒക്കെ കൊള്ളാവുന്ന രീതിയിൽ. ബിബിൻ ജോർജ് കഴിവില്ലാത്തവനാണ് എന്ന് അച്ഛൻ പറഞ്ഞു വെച്ചു. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ മതി എന്നുള്ള രീതിയാണ്. പിന്നെ ഛായാഗ്രഹണത്തിൻ്റെ കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മൾ വീണ്ടും പറയുകയാണ്, കൊള്ളാവുന്ന ഒരു ഛായാഗ്രഹണമാണ്. ഇങ്ങനെ വേണം, കാണണം, ആളുകൾക്ക് മനസ്സിലാവണം എന്താണ് നടക്കുന്നത്. നിങ്ങൾ എന്ത് ആധുനികത പറഞ്ഞോ, അല്ലെങ്കിൽ എന്ത് ഉത്തരാധുനികത വേണമെങ്കിലും പറഞ്ഞോ, മോഡേണിറ്റി പറഞ്ഞോ, മോഡേണാണ്, ഇങ്ങനെയൊക്കെയാണ്, മോഡേണായ ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ പ്രേക്ഷകനെ സംബന്ധിച്ച് അവൻ്റെ കണ്ണിന് ആയാസം ഉണ്ടാവാൻ പാടില്ല. അയാൾ നോക്കിയിരിക്കുന്ന സമയത്ത് അയാളുടെ കണ്ണിന് യാതൊരു തരത്തിലുള്ള ആയാസം ഉണ്ടാവാൻ പാടില്ല. അത് ആസ്വാദനത്തെ ബാധിക്കും. ആസ്വാദനത്തിൻ്റെ കണ്ടിന്യൂറ്റി തകർത്ത് കളയും എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ അതൊക്കെ ഈ സിനിമയിൽ നമുക്ക് ആദ്യമധ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. ജോർജ് വർഗീസ് സംവിധാനം ചെയ്ത ICU എന്ന ഈ സിനിമ.